സംഘർഷം ലഘൂകരിക്കാനുള്ള ലോകരാജ്യങ്ങളുടെ ആഹ്വാനം കണക്കിലെടുക്കാതെ ഇസ്രയേലും ഇറാനും പരസ്പരം ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ അടക്കമുള്ള മേഖലയുടെ വ്യോമപരിധി പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കിയെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളിൽ മൂന്നിലൊന്നും പ്രതിരോധ സേന തകർത്തതായും ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടുണ്ട്. ഇറാനുമായുള്ള യുദ്ധം 4ാം ദിനത്തിലും രൂക്ഷമായി തുടരുന്നതിനിടെയാണ് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഈ അവകാശവാദം. ഇതോടെ ഇനി എന്ത് സംഭവിക്കും എന്ന അമ്പരപ്പിലാണ് ലോകരാജ്യങ്ങൾ. അതിനിടെ ഇസ്രായേൽ ആണവായുധം പ്രയോഗിച്ചാൽ അതിന് മറുപടി നൽകാൻ പാകിസ്ഥാൻ ഞങ്ങളുടെ പക്ഷത്ത് അണിചേരുമെന്ന ഇറാന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് രംഗത്തെത്തി. പാകിസ്ഥാൻ അത്തരത്തിൽ ഒരു ഉറപ്പും ആർക്കും നൽകിയിട്ടില്ല എന്നാണ് പാക് പ്രതിരോധ മന്ത്രി എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ആണവശക്തി ഞങ്ങളുടെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കാനും ശത്രുക്കളുടെ നീക്കങ്ങളെ പ്രതിരോധിക്കാനുമാണ്. ഇസ്രായേൽ ഇപ്പോൾ കാണിക്കുന്നത് പോലെ ഞങ്ങൾ അയൽ രാജ്യങ്ങൾക്കെതിരെ ഇത്തരം ആധിപത്യ നയങ്ങൾ സ്വീകരിക്കാറില്ല എന്നാണ് ആസിഫിന്റെ ട്വീറ്റ്. ഇസ്രായേലിന്റെ ആണവശക്തിയിൽ ലോകരാജ്യങ്ങൾ ഭയപ്പെടണമെന്നും അത് രാജ്യാന്തര ആണവ നിയമങ്ങൾ പാലിക്കുന്നവയല്ലെന്നും പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ ആണവാക്രമണത്തിന് മുതിർന്നാൽ പാകിസ്ഥാൻ ഇറാനെ പിന്തുണയ്ക്കുമെന്നാണ് ദേശീയ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ കമാൻഡറും ഇറാൻ ദേശീയ സുരക്ഷാ കൗൺസിൽ അംഗവുമായ ജനറൽ മോസൻ റിസൈ പറഞ്ഞത്. ഇസ്രായേൽ ആണവായുധവുമായി ഇറാനെ ആക്രമിച്ചാൽ അവർക്കെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്നാണ് പാകിസ്ഥാൻ അറിയിച്ചത് എന്നാണ് റിസൈ പറഞ്ഞത്. ഇതിനെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ തള്ളി പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ വധിക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടുവെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ഖമേനിയും കുടുംബവും ഭൂഗർഭ ബങ്കറിലേക്ക് മാറിയെന്നാണ് റിപ്പോർട്ടുകൾ. സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഖമേനി, മകൻ മുജ്താബ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും വടക്ക് കിഴക്കൻ ടെഹ്റാനിലെ ലാവിസനിലെ ബങ്കറിലേക്ക് മാറിയെന്നാണ് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഞായറാഴ്ച മഷാദ് നഗരത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഖമേനി രാജ്യത്ത് ഒരിടത്തും സുരക്ഷിതനല്ല എന്നുള്ള മുന്നറിയിപ്പാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം ആരംഭിച്ച ദിവസം തന്നെ ഖമേനിയെ ഇല്ലാതാക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും എന്നാൽ ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തലാക്കുന്നതിന് തീരുമാനമെടുക്കാൻ അവസാന അവസരം നൽകിയതാണ് എന്നും നയതന്ത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ച് നിലവിൽ വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാൻ ഇന്റർനാഷണൽ അറിയിച്ചു. ആയത്തുള്ള ഖമേനിയെ വധിക്കാനുള്ള ഇസ്രായേൽ പദ്ധതി കഴിഞ്ഞ ദിവസങ്ങളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് തടഞ്ഞുവെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാൻകാർ അമേരിക്കക്കാരെ ആരെയും കൊന്നില്ലല്ലോ, അവരത് ചെയ്യും വരെ രാഷ്ട്രീയ നേതൃത്വത്തെ ഉന്നമിക്കുന്ന വിഷയം നാം സംസാരിക്കാൻ പോകുന്നില്ല എന്ന് ട്രംപ് നിലപാടെടുത്തുവെന്നാണ് 2 US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. ഖമേനിയെ വധിക്കാൻ അവസരമുണ്ട് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടത്. ഇക്കാര്യം US മുന്നിൽ ഒന്നിലേറെ തവണ അവതരിപ്പിച്ചുവെങ്കിലും ട്രംപ് തള്ളിക്കളഞ്ഞു. അതേസമയം US ഫോക്സ് ടിവിയുമായുള്ള അഭിമുഖത്തിൽ ഈ റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു വിസമ്മതിച്ചിരുന്നു. ഇറാനെ ആക്രമിക്കും മുൻപ് ട്രംപിനെ അറിയിച്ചിരുന്നുവെന്നും ആക്രമണത്തിന്റെ അനന്തരഫലമായി ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്നും നെതന്യാഹു പറഞ്ഞിരുന്നു. അതിനിടെ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് കണ്ടെത്തിയയാളെ ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. ഇസ്രായേലുമായുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെയാണ് ചാരവൃത്തി കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ഇസ്മയിൽ ഫെക്രി എന്നയാളുടെ വധശിക്ഷ ഇറാൻ നടപ്പാക്കിയത്. രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്തി നൽകിയതിനാണ് ഇയാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് എന്ന് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ജുഡീഷ്യറിയുടെ മീഡിയ സെന്റർ പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം 2023 ഡിസംബറിൽ ഇറാൻ സുരക്ഷാ ഏജൻസികൾ നടത്തിയ ഇന്റലിജൻസ് ഓപ്പറേഷനിലാണ് ഫെക്രി അറസ്റ്റിലായത്. അറസ്റ്റിലാകുന്ന വേളയിൽ മൊസാദ് ഏജന്റുമാരുമായി ഇസ്മയിൽ ഫെക്രി ആശയവിനിമയം നടത്തുകയായിരുന്നുവെന്നാണ് ഇറാൻ അധികൃതർ പറഞ്ഞിരുന്നത്. മാത്രമല്ല ഇയാളുടെ മകൻ ഖോദ നാസറിനും മൊസാദ് ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ട് എന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇറാനിലെ തന്ത്രപ്രധാന മേഖലകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളും വിവിധ വ്യക്തികളെക്കുറിച്ചുള്ള വിവരങ്ങളും ഇസ്മയിൽ ഫെക്രി മൊസാദിന് കൈമാറിയെന്നാണ് റിപ്പോർട്ട്. മൊസാദിന്റെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ അനുവാദം ലഭിച്ചതിന് പിന്നാലെയാണ് ഇസ്മയിൽ ഫെക്രി ചാരവൃത്തി ആരംഭിച്ചത്. ആശയവിനിമയത്തിനായി എൻക്രിപ്റ്റഡ് സംവിധാനത്തിലുള്ള പുതിയ പ്ലാറ്റ്ഫോമും തുടങ്ങി. ക്രിപ്റ്റോ കറൻസിയിലൂടെയാണ് മൊസാദിൽ നിന്ന് ഇയാൾക്ക് പണം ലഭിച്ചിരുന്നത്. ഇതിനായി മൊസാദിന്റെ നിർദ്ദേശപ്രകാരം പ്രതി ഫോണിൽ ക്രിപ്റ്റോ വാലറ്റ് ഉൾപ്പെടെ പ്രവർത്തിപ്പിച്ചിരുന്നതായും ഇറാൻ അധികൃതർ പറഞ്ഞു.
ഫെക്രിയുടെ ആശയവിനിമയങ്ങൾ ഇറാനിലെ ചാരസംഘടനയും സുരക്ഷാ ഏജൻസികളും നിരീക്ഷിച്ചിരുന്നു. തുടർന്നാണ് ഇയാളെ പിടികൂടിയത് എന്നും ഇയാളുടെ കൈവശമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്ന് മൊസാദുമായുള്ള ബന്ധത്തിന്റെ തെളിവുകൾ ലഭിച്ചതായും റിപ്പോർട്ടുകളിലുണ്ട്. വിവിധ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇറാനിലെ കോടതി ഇസ്മായിൽ ഫെക്രിയെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി വധശിക്ഷയ്ക്ക് വിധിച്ചത്. സുപ്രീം കോടതി പിന്നീട് ഈ വിധി പുനഃപരിശോധിക്കുകയും കീഴ്ക്കോടതി വിധി ശരിവെക്കുകയും ചെയ്തു. തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് ശിക്ഷ നടപ്പാക്കിയത് എന്നും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാനെ വിറപ്പിച്ച ആക്രമണങ്ങൾക്ക് പിന്നാലെ രാജ്യത്ത് ഇസ്രായേലി ചാരന്മാർക്കായി തെരച്ചിലും നടപടികളും കടുപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. ഇറാനകത്ത് മൊസാദ് നടത്തുന്ന രഹസ്യ ആയുധശാല കണ്ടെത്തിയ ഇറാൻ അധികൃതർ ഇസ്രായേൽ ആയുധങ്ങൾ കടത്തുകയായിരുന്ന വാഹനവും പിടികൂടിയിട്ടുണ്ട്. 2 മൊസാദ് ചാരന്മാരെ പിടികൂടിയതായും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം 4-ാം ദിവസത്തേക്ക് കടന്നതിന് ഇടയിലാണ് രാജ്യത്തിനുള്ളിൽ മൊസാദിന്റെ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് സ്ഥിരീകരിച്ച് ഇറാൻ സൈന്യം നടപടി കടുപ്പിച്ചത്. ഇറാന്റെ മണ്ണിൽ മൊസാദിന്റെ രഹസ്യ ആയുധപ്പുരകൾ ഉണ്ടെന്നും അവിടേക്ക് ആയുധങ്ങളും കമാൻഡോകളെയും ഒളിച്ചു കടത്തിയാണ് ആദ്യ ആക്രമണം നടത്തിയത് എന്നും സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് നേരത്തെ ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തലസ്ഥാനമായ ടെഹ്റാന്റെ പ്രാന്തപ്രദേശത്ത് മൊസാദ് അതീവ രഹസ്യമായി നടത്തിയിരുന്ന ആയുധശാല കണ്ടെത്തിയതായി ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലായ പ്രസ് TV റിപ്പോർട്ട് ചെയ്തു. ടെഹ്റാനിൽ നിന്നും കിലോമീറ്ററുകൾ അകലെ ഒരു 3 നില കെട്ടിടത്തിലാണ് മൊസാദ് തങ്ങളുടെ ആയുധശാല പ്രവർത്തിപ്പിച്ചത്. ഇസ്രായേലിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന ഡ്രോൺ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിക്കുക, സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുവന്നതെന്ന് ഇറാൻ പോലീസ് അറിയിച്ചു. കെട്ടിടത്തിൽ നിന്നും പിടികൂടിയ ഡ്രോൺ ഭാഗങ്ങളുടെയും ലോഹവസ്തുക്കളുടെയും ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇറാനിൽ ആക്രമണം നടത്താൻ ഉപയോഗിച്ച പല ഡ്രോണുകളും സ്ഫോടക വസ്തുക്കളും ഇവിടെ നിർമ്മിച്ചതാണ് എന്നും പോലീസ് പറഞ്ഞു. ഇറാൻ മണ്ണിൽ തങ്ങളുടെ ചാരന്മാർ ഒളിച്ചുകിടന്ന് ആയുധശാലകൾ പ്രവർത്തിപ്പിക്കുന്നതായി ഇസ്രായേൽ സൈന്യത്തെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. 8 മാസത്തിലേറെയായി മൊസാദ് ഇറാനുള്ളിൽ ഡ്രോൺ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്ന രഹസ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതായും ഇവ ഉപയോഗിച്ച് ഇറാന്റെ തന്ത്രപ്രധാന മേഖലകളിൽ ആക്രമണം നടത്തിയെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ.